തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആന വെട്ടിക്കാട് ചന്ദ്രശേഖരൻ ചെരിഞ്ഞു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച കൊമ്പൻ അവശനായി എഴുന്നേക്കാൻ കഴിയാത്ത നിലയിൽ ബുദ്ധിമുട്ടുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, പ്രായാധിക്യമുള്ള ആനയെ എഴുന്നേൽപ്പിന് കൊണ്ടുപോയി അതിന് വിശ്രമമില്ലാതെ പണിയെടുപ്പിച്ചു എന്നൊക്കെ ഉള്ള പരാതി ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഗോകുൽ, ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ 24 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവ ദിവസങ്ങളിൽ 70-ലധികം ആനകളാണ് എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഇന്നലെ മാവേലിക്കരയിൽ നിന്നാണ് ഈ ആനയെ കൊണ്ടുവരുന്നത്. ഇന്നലെ രാത്രിയും ഈ ആനയ്ക്ക് വയ്യാതിരുന്നു. രാവിലെ 6 മണിക്ക് ആന കുഴഞ്ഞു വീണു. പിന്നീട് 8 മണിക്ക് ശീവേലയ്ക്ക് പങ്കെടുക്കാൻ ആനയെ എഴുന്നേൽപ്പിച്ച സമയത്ത് ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. പിന്നീട് 6 മണിക്കൂറോളം മൃഗ ഡോക്ടർ അടക്കമുള്ള വിദഗ്ധ ഡോക്ടർമാരടക്കം പരിശോധന നടത്തി. പിന്നീട് 2 മണിയോടുകൂടി തന്നെ ആനയ്ക്ക് സ്വന്തമായി എഴുന്നേൽക്കാൻ കഴിയില്ല, ആന ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അമ്പലത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിന്റെ മതിൽ പൊളിച്ച് ക്രെയിൻ കൊണ്ടുവന്ന് പുള്ളിംഗ് ക്രെയിൻ ഉപയോഗിച്ച് ഈ ആനയെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നീട് 4:30യോടുകൂടിയാണ് ആന ചരിഞ്ഞത്. ഈ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 14-ാം തീയതി പക്ഷേ ആരോഗ്യ റിപ്പോർട്ട് ഡോക്ടർ കൊടുത്തതനുസരിച്ച് ആനയ്ക്ക് മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ്. പക്ഷേ ഇതിനു മുൻപും ആന സമാനമായ രീതിയിൽ പല സ്ഥലത്തും കുഴഞ്ഞു വീണ് അവശ നിലയിലായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സംഭവത്തിനാണ് ഇന്നും ഉണ്ടായത്. പക്ഷേ ഇന്നത്തെ നിലയിൽ ആനയ്ക്ക് വീണ്ടും എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ മരുന്നുകളോട് പ്രതികരിക്കാനോ ആനയ്ക്ക് സാധിച്ചില്ല, കഴിഞ്ഞില്ല. ശരി, ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന ആനയാണ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനെത്തിച്ചപ്പോൾ അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയും പിന്നീട് ചെരിയുകയും ചെയ്തത്. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകുന്നത്.